അടിമാലി കൂമ്പൻപാറയിലാണ് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഗൃഹനാഥൻ ബിജു ആണ് മരിച്ചത്. ഭാര്യ സന്ധ്യയെ 5 മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്താനായി ഇപ്പോൾ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്ധ്യ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചതിനു ശേഷം വിശദമായി വീണ്ടും ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. അടിമാലി കൂമ്പൻപാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് ഗൃഹനാഥൻ ബിജുവിന് ദാരുണാന്ത്യം. ഭാര്യ സിന്ധുവിനെ 5 മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപം 7 വീടുകൾക്ക് മുകളിൽ മണ്ണിടിഞ്ഞത് ഇന്നലെ രാത്രി. ബിജുവും സന്ധ്യയും അപകടത്തിൽപ്പെട്ടത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ. മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിലുള്ള കമ്മ്യൂണിസ്റ്റ് തർക്കം തീർക്കാനാവാതെ സിപിഎമ്മും സിപിഐയും. സർക്കാരും പ്രതിസന്ധിയിൽ. ഇടത് താൽപര്യത്തിന് വിരുദ്ധമായി ഒന്നും നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകണമെന്ന നിലപാടിൽ സിപിഐ. ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പാർട്ടി മന്ത്രിമാരെ പിൻവലിക്കാൻ ആലോചന. പരിഹാരം തേടി സംസ്ഥാന സെക്രട്ടറിമാർ ചർച്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പ് ചൂടേറി ബീഹാർ. ഇന്ത്യ സഖ്യം ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ പ്രഖ്യാപിക്കാത്തതിൽ അസദുദ്ദീൻ ഒവൈസിക്ക് അതൃപ്തി. വീണ്ടും ചർച്ചയായി തെരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യം. തുടരും സിനിമയുടെ ടീം വീണ്ടും ഒന്നിക്കുന്നുവെന്ന് റിപ്പോർട്ട്. എം രഞ്ജിത്ത് നിർമ്മിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായകൻ മോഹൻലാൽ തന്നെ. അടിമാലിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കൂനമ്പാറ സ്വദേശി ബിജു ആണ് മരിച്ചത്. 5 മണിക്കൂറിന് ശേഷം ബിജുവിനെ പുറത്തെടുക്കാൻ ആയി. അതിനുശേഷം ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ കാലിൽ ഗുരുതര പരിക്കുകളോടെ രക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ചികിത്സയിലാണ് സന്ധ്യയുള്ളത്. ഇന്നലെ രാത്രി 10:30 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദുരന്തമുണ്ടായത്. അപകടാവസ്ഥ മുന്നിൽ കണ്ട് 22 കുടുംബങ്ങളെ ഇന്നലെ രാവിലെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ബിജുവും സന്ധ്യയും ക്യാമ്പിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വി.കെ. സ്റ്റാലിനും അജയ് സുധാ ബിജുവും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ആദ്യം സ്റ്റാലിനിലേക്ക് പോവുകയാണ്. സ്റ്റാലിൻ, നമ്മൾ ഈ ദുരന്തമുണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നു രാത്രി ഒരു 10:30 കൂടിയാണ് ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ വാർത്ത തേടിയെത്തുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ദൗത്യ സംഘത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇത് എന്നുള്ളത് പിന്നീട് ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഫയർഫോഴ്സിനടക്കം മനസ്സിലായത് എന്നാണോ കരുതേണ്ടത്? എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം അടക്കം ഇത്രത്തോളം മണിക്കൂറുകൾ നീണ്ടുപോകാനുള്ളൊരു സാഹചര്യമുണ്ടായത്? എത്രത്തോളം വലിയൊരു അപകടമാണ് സ്റ്റാലിൻ? ഇത്രയും വലിയൊരു ദുരന്തമാണ് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ആർക്കും തന്നെ അത് നമുക്ക് മനസ്സിലാക്കാനായില്ല. കാരണം പ്രദേശത്ത് വൈദ്യുതി ഇല്ലാതിരുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി വന്നത്. പിന്നീട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള അക്സ്കാ ലൈറ്റുകൾ സ്ഥാപിച്ചാണ് അവിടെ വെളിച്ചം എത്തിക്കുകയും അവിടുത്തെ ഈ സുരക്ഷ പ്രവർത്തനങ്ങളൊക്കെ, പ്രത്യേകിച്ചും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ തുടങ്ങാനായത്. വലിയ പ്രതിസന്ധി, കടുത്ത വെല്ലുവിളിയാണ് അവിടെ നാട്ടുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നേരിട്ടത്. NDRF സംഘം ഉൾപ്പെടെ ഇടുക്കിയിൽ നിന്നും ഒരു സംഘവും കൂടി അവിടേക്ക് എത്തിയിരുന്നു. JCB, പ്രത്യേകിച്ചും മണ്ണുമാന്തി യന്ത്രം അതുപോലെയുള്ള ഉപകരണങ്ങൾ എത്തിച്ചാണ് പിന്നീട് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ഈ തകർന്ന വീടിന്റെ, പ്രത്യേകിച്ചും നെടുമ്പള്ളിയിൽ മരണപ്പെട്ട ബിജുവിന്റെ വീടിന്റെ കോൺക്രീറ്റ് തകർന്ന ആണ് ഈ അവിടുത്തെ ആ സംഭവം ഉണ്ടാകുന്നത്. 9 വീടുകൾ തകർന്നതിൽ 2 വീടുകളാണ് പൂർണ്ണമായിട്ടും പോയത്. അതിലൊന്നാണ് മരണപ്പെട്ട നെടുമ്പള്ളിയിൽ ബിജുവിന്റെയും സന്ധ്യയുടെയും വീട്. ഈ വീടിന്റെ കോൺക്രീറ്റ് പാളികൾ പൂർണ്ണമായി തകർന്ന് താഴേക്കിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇവർ ഉള്ളത് എന്ന് കണ്ടെത്തുന്നതിന് തന്നെ വലിയ വിഷമം നേരിട്ടിരുന്നു.
പിന്നീട് ആളുകൾ ചേർന്ന് മണ്ണ് മാറ്റി കുറച്ച് മണ്ണ് മാറ്റുമ്പോഴാണ് ഇത് കോൺക്രീറ്റിനടിയിൽ ഇവർ ഉണ്ടെന്നും ഇവർക്ക് ജീവനുണ്ട് എന്നുള്ള ഒരു ബോധ്യം വരുന്നതും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പാളികൾ ഉയർത്താനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. കോൺക്രീറ്റ് പാളികൾ ഉയർത്തുകയോ അല്ലെങ്കിൽ തകർക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും താഴേക്ക് ഇരുന്നാൽ ഉണ്ടാകുന്ന വലിയ അപകടവും രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം മുന്നിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഏറെ സസൂക്ഷ്മമുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇവരെ ഒക്കെ പുറത്തെടുക്കാനായത്. 7 മണിക്കൂറോളം നീണ്ട പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാനായത്. എന്നാൽ പൂർണ്ണമായും ജീവനോടെ ആളെ എത്തിക്കാൻ കഴിയുമെന്ന് പോലും ആദ്യഘട്ടത്തിൽ പ്രതീക്ഷയില്ലായിരുന്നു. പിന്നീട് സന്ധ്യയുടെ ശബ്ദം കുറച്ച് വശങ്ങളിലെ കുറച്ച് മണ്ണ് മാറ്റിക്കഴിഞ്ഞപ്പോൾ സന്ധ്യയുടെ ശബ്ദം പുറത്തേക്ക് അല്പം ലഭിച്ചു. തുടർന്ന് ആളുകൾ അറിയാവുന്ന അടുത്തുള്ള ആളുകൾ ഇവരെ വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നേരിയ തോതിലുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. പിന്നീട് വശങ്ങളിലെ മണ്ണുകൾ മാറ്റിയപ്പോൾ കൂടുതൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാനായി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ശബ്ദം ലഭിക്കാതെ വന്നതും പിന്നീട് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ഏതായാലും കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ തകർത്തുകൊണ്ടാണ് ഓരോ ഭാഗങ്ങളും തകർത്തുകൊണ്ടാണ് പ്രത്യേകിച്ചും വലിയ മെഷീനുകൾ അല്ലെങ്കിൽ യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം, കോൺക്രീറ്റുകൾ തകർന്നാൽ വീണ്ടും ഉണ്ടാകുന്ന ദുരന്തം ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചെറിയ ഉപകരണങ്ങൾ പ്രത്യേകിച്ചും ഉളി പോലെയൊക്കെയുള്ള കട്ടറ ഉളിയൊക്കെ ഉപയോഗിച്ചുള്ള കുറെ ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടാണ് ഇവരെ പുറത്തെടുക്കാനായത്. ഏതായാലും സാഹചര്യവശാൽ ബിജുവിനെ ജീവൻ രക്ഷിക്കാനായില്ല. 7 മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിജുവിനെ പുറത്തേക്ക് എടുത്തത്. എന്നാൽ സന്ധ്യയ്ക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ട് എന്നുള്ളത് ബോധ്യമായിരുന്നു. ഇടയ്ക്ക് തന്നെ സന്ധ്യയുടെ കാലിനാണ് കൂടുതൽ പരിക്കേറ്റത്. സന്ധ്യയെ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ആയിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് സ്റ്റാലിൻ. ഈ വെളിച്ചം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതികൂലമായ കാലാവസ്ഥ മൂലമാണോ അവിടെ വൈദ്യുതി ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്? വൈദ്യുതി ലൈനുകൾ തകർന്നിരുന്നു. അതോടൊപ്പം തന്നെ പ്രദേശത്ത് വൈദ്യുതി ലൈനുകൾ കുറവാണ്. അപ്പൊ ആ പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതിയുടെ ലൈനുകളൊക്കെ തകർന്ന് ആ പ്രദേശത്ത് എല്ലാം വൈദ്യുതി നിലയ്ക്കിയ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ചും മണ്ണിടിച്ചിലുണ്ടായതോടുകൂടി അവിടുത്തെ ആ പ്രദേശത്തിന്റെ സ്ഥിതി എങ്ങനെ എന്ന് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് അവിടെ എത്തിയിരുന്നു. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അവിടെ മണ്ണ് മാറ്റുകയും അതുപോലെ ഇത്രയും മണ്ണ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് തന്നെ വേണം നമ്മൾ ഇക്കാര്യത്തിൽ പറയാനായിട്ട്. ഈ പ്രദേശവാസികളൊക്കെ തുടക്കഘട്ടം മുതൽ തന്നെ ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള പ്രതിഷേധമോ പരാതിയോ ഒക്കെ ഉയർത്തിയിരുന്നോ? ദേശീയപാതയുടെ നിർമ്മാണത്തിലെ ആദ്യഘട്ടം മുതൽ ഇത്തരം കാര്യങ്ങൾ നാട്ടുകാരും പൊതുപ്രവർത്തകരും പ്രത്യേകിച്ച് അടിമാലി പഞ്ചായത്തിന്റെ അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ മുഴുവൻ പൊതുപ്രവർത്തകരും ഇക്കാര്യങ്ങളെല്ലാം അധികൃതരെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വാർത്തകളുടെ കാര്യത്തിൽ നമ്മൾ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യങ്ങളിൽ നിരവധി തവണ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വാർത്തകൾ ഒക്കെ നൽകിയിരുന്നു. ഇതെല്ലാം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് ഈ പ്രദേശം സാക്ഷിയാകുന്നത്. 100 അടിയിൽ ഉൾപ്പെടെ മുകളിലുള്ള ഉയരമുള്ള കട്ടിങ്ങുകളാണ്, മൺതിട്ടകളാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും അവിടുത്തെ ഒരു മണ്ണിന്റെ ഘടനയും ഇതിനോട് വലിയ ഈ ദുരന്ത സാധ്യതകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ളതാണ് അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേക ഘടന. ഉറപ്പില്ലാത്ത മണ്ണ് ചെറിയ ഒരു മഴയിൽ പോലും, ചെറിയ ഒരു ചാറ്റൽ മഴയിൽ പോലും അതിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇടിയുന്നതും റോഡിന്റെ നിർമ്മാണത്തിലുള്ള ആവശ്യം വേണ്ട ക്രമീകരണങ്ങളും ഒക്കെ അവിടെ നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ അതൊന്നും ശിവാതിൽ പലയിടങ്ങളിലും നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തം ഒരു വിളിച്ചു വരുത്തിയ ദുരന്തം എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാവുന്ന ഒരു സ്ഥിതി അവിടെയുണ്ട്. ഏതായാലും ദുരന്ത സമയത്ത് മഴ മാറി നിന്നിരുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കെങ്കിലും ഒക്കെ അവർക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനുമായത്. അതല്ലെങ്കിൽ വീണ്ടും കൂടുതൽ ദുരിതാവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അതെ, തൽക്കാലം കാലാവസ്ഥ അനുകൂലമായി നിന്ന സാഹചര്യം ഈ രക്ഷാപ്രവർത്തനത്തെ തുണച്ചു എന്ന് പറയാതെ വയ്യ. പക്ഷേ സ്റ്റാലിൻ ഒരു കാര്യം എടുത്തു പറയണമല്ലോ, അതായത് ഈ തുലാവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അതിശക്തമായ മഴ ഈ ഇടുക്കി മേഖലയിൽ ഉണ്ടായിരുന്നു എന്നത്. അപ്പോൾ ആ ഒരു ഘട്ടം മുതൽ തന്നെ ഈ മേഖല ഒരു അപകടാവസ്ഥയിലായിരുന്നോ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു ആര്യ. അതായത് ഇപ്രാവശ്യത്തെ മഴ ഹൈറേഞ്ചില്, പ്രത്യേകിച്ചും ഹൈറേഞ്ചില് ഏറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴയാണ്. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ പലയിടത്തും അനുഭവപ്പെട്ടത്. കണക്കുകൾ അനുസരിച്ച് അധികൃതരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയൊക്കെ പറയുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഏതാണ്ട് 3-4 മാസക്കാലം പെയ്യേണ്ട മഴകൾ ഇവിടെ ഹൈറേഞ്ചിൽ പെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ മഴയും അതുപോലെ വലിയ തോതിലുള്ള വെള്ളമൊഴുക്കുമൊക്കെയാണ് ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ചും ഈ മേഖലകളിലെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ മണ്ണിടിച്ചിലും ദുരന്ത സാധ്യതകളൊക്കെ കൂടുതൽ മുൻകൂട്ടി കാണേണ്ട ഒരു അവസ്ഥ കൂടി അധികൃതർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പ്രത്യേകിച്ച് ആ പ്രദേശത്തിന്റെ പ്രത്യേകത, അതുപോലെ തന്നെ മണ്ണെടുത്ത് മാറ്റുന്നതിന്റെ പ്രവർത്തന രീതി, ഇതൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടത് തന്നെയായിരുന്നു വേണം നമുക്ക് പറയാനായിട്ട്. അത്തരത്തിലുള്ള വലിയൊരു നിരീക്ഷണമൊന്നും അവിടെ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. അതുപോലെ തന്നെ ഈ മണ്ണിടിഞ്ഞതിന്റെ മുകൾ ഭാഗത്തൊക്കെ പലയിടങ്ങളിലും മണ്ണിലെ വിള്ളലും വീണതോടുകൂടി ഇന്നലെ പകല് പ്രദേശവാസികൾ കണ്ടെത്തിയ ചില മുൻകൂട്ടിയുള്ള ദുരന്ത സാധ്യതകൾ കൊണ്ടാണ് അവിടെ നിന്നും ഈ 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടായത്. എങ്കിലും ആ മാറ്റിപ്പാർപ്പിച്ച അവിടെ നിന്നും മാറ്റിയ ഒരു കുടുംബത്തിലെ 2 പേരാണ് ഇന്നലെ ഈ ദുരന്തത്തിൽ ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത്. സഹോദരി, ഈ ബിജുവിന്റെ സഹോദരി ആണ് അവരവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്, അവിടെ ആ വീട്ടിലുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് ആളുകളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും നാട്ടുകാരും എല്ലാം, പ്രത്യേകിച്ചും ഫയർഫോഴ്സിന്റെ അംഗങ്ങളും എല്ലാം അവിടേക്ക് ഓടി എത്തുന്നത്. ബിജുവിന്റെ വീടിന്റെ കോൺക്രീറ്റ് തകർന്ന് ഇവർ രണ്ടുപേരും ഇതിന് അടിയിൽ പെടുകയായിരുന്നു. വെളിച്ചമില്ലായ്മയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും ആദ്യം അവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതെ, ഞാൻ സ്റ്റാലിനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അജയ് സുധാ ബിജു കൂടി നമുക്കൊപ്പമുണ്ട്. അജയ്, നേരത്തെ സ്റ്റാലിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 22 കുടുംബങ്ങളെയാണ് നേരത്തെ മാറ്റി പാർപ്പിച്ചത് ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്. നോക്കൂ, അത് എത്ര വലിയ ഗുണമായി എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം വലിയൊരു അപകടമായിരുന്നേനെ, ഒരു ദുരന്തമായിരുന്നേനെ അല്ലെങ്കിൽ സംഭവിച്ചേനെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണം അത് പല സ്ഥലങ്ങളിലും നിരവധി പരാതികൾ ഇതിനു മുൻപ് തന്നെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തുൾപ്പെടെ ഈ മണ്ണിടിച്ചിൽ സംഭവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ കോൺക്രീറ്റ് ഉൾപ്പെടെ അടർന്നു വീഴുന്ന പല കാഴ്ചകളും നമ്മൾ ഇതിനു മുൻപേ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഇടുക്കിയിലുള്ളത് എന്നാൽ ആ ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു ഇപ്പോൾ ഈ ഹൈ റേഞ്ചിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഹൈ റേഞ്ച് പാതയിൽ നിർമ്മിക്കുന്ന ഒരു ദേശീയപാതയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഈ മണ്ണ് എടുക്കുന്ന ഈ പ്രക്രിയ, അതിനെ സംബന്ധിച്ച് മുൻപ് തന്നെ നിരവധി പരാതികളുണ്ടായിരുന്നു. പലപ്പോഴും കളക്ടർ തന്നെ പ്രദേശത്ത് നേരിട്ടെത്തി അവിടെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന അവസ്ഥയുടെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പ്രദേശവാസികൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്ര വലിയൊരു പ്രതിസന്ധി ഇവിടെയുള്ളവർ നേരിട്ടിരുന്നു. എന്നാൽ ഈ മണ്ണിടിച്ചിൽ അത് ഇങ്ങനെ ഇപ്പോൾ ഈ സംഭവിച്ചതുപോലെ ഇത്ര വലിയ തോതിലൊന്നും പ്രദേശത്ത് ഇതിനു മുൻപേ സംഭവിച്ചിരുന്നില്ല. ഇടുക്കിയിലെ കാലാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അവിടെ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ യെല്ലോ അലേർട്ടും ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്നലെയും ഇന്നും അവിടെ മറ്റ് അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മഴയും കുറഞ്ഞു നിന്നതായിട്ടാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രദേശത്ത് നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു മണ്ണ് അതിൻ്റെ ഒരു ബലം അത് വളരെയധികം കുറയുകയും ഇടിഞ്ഞു വീഴാൻ ഉള്ള പാകത്തിന് എത്തുകയും ചെയ്തത്. ഈ ഒരു പ്രദേശത്ത് നിന്ന് അതിൻ്റെ ഒരു പാളി അടർന്ന് താഴേക്ക് വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയോടെ സംഭവിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ അധികൃതർ, അത് റവന്യൂ അധികൃതർ, അവരുടെ ഭാഗത്തു നിന്നൊരു മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. അവർ പെട്ടെന്ന് തന്നെ അലേർട്ട് ആവുകയും പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. 22ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് പാർപ്പിച്ചിരുന്നു. ഈ അപകടം, ഈ ഒരു മണ്ണിടിച്ചിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ ഇവരും ഇവിടെ നിന്ന് മാറിപ്പോയതാണ്, ബിജുവും സന്ധ്യയും. എന്നാൽ ഇത്തരത്തിൽ ഇത്ര വലിയൊരു ദുരന്തം അത് ഈ മാറിപ്പോയ കുടുംബങ്ങൾ, ഈ 22 കുടുംബങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബിജുവും സന്ധ്യയുമാണെങ്കിലും അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര വലിയൊരു ദുരന്തമാകും പ്രദേശത്ത് സംഭവിക്കാൻ. ഇവരെ സമീപത്തെ മാറ്റി പാർപ്പിച്ച ക്യാമ്പിൽ തന്നെയായിരുന്നു അല്ലേ ഈ 22 കുടുംബങ്ങൾക്കൊപ്പം കഴിഞ്ഞിരുന്നത് ഇന്നലെ മുതൽ. അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് അജയ് ഈ വീട്ടിലേക്ക് ആ സമയം മടങ്ങിയെത്തിയത്?
ഇവർ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട രേഖകൾ എടുക്കാനുമാണ് വീട്ടിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നില്ല, ഇവർ ഒരു ബന്ധു വീട്ടിലേക്കാണ് മാറി താമസിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ അവിടെ നിന്നാണ് ഈ രേഖകൾ എടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയത്. ഈ മറ്റ് 22 കുടുംബങ്ങളെ പോലെ ഇവർ പോലും ഈ പ്രദേശത്ത് ഇത്ര വലിയ ദുരന്തമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ സാധാരണ രീതിയിൽ വീട്ടിലേക്ക് വന്ന് അധികം ഇരുട്ടുന്നതിന് മുൻപേ തിരിച്ചു പോകാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇവർ അവിടെ എത്തിയത്. അപ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തം അത് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നത് വലിയൊരു ശബ്ദം പ്രദേശത്തേക്ക് കേൾക്കുകയും ഈ പാറ ഉൾപ്പെടെ ഈ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഈ ആരംഭിക്കുകയായിരുന്നു. അതുപോലെ ഇതിനകത്ത് അജയ്, ഞാൻ അജയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു വലിയ വിള്ളലുണ്ടായിരുന്നു ഒരു 2-3 ദിവസം മുമ്പ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് വിവരിക്കുന്ന നാട്ടുകാരുടെ ഒരു ദൃശ്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത് തള്ള ഇതോട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നാ, ഇത് അതെ തൽക്കാലം ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇതിൽ പോവുള്ളൂ, മറ്റേ ഇതിലടിച്ച് പോവുള്ളൂ. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കാല് താന്ന് പോവാ. കണ്ടില്ല എന്ന് പറഞ്ഞു. ഇതുണ്ടോ അളിയാ? ഇതേ നമ്മൾ പറയും പോലെ ഇത് പെരുമഴ ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഈ കൃഷി മൊത്തം ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത് തള്ള ഇതോട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നാ, ഇത് അതെ തൽക്കാലം ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇതിൽ പോവുള്ളൂ, മറ്റേ ഇതിലടിച്ച് പോവുള്ളൂ. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കാല് താന്ന് പോവാ. ഇത്തരത്തിലൊരു അപകടം മുന്നിൽ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർക്ക് ആ ഒരു വിള്ളൽ രൂപപ്പെട്ട ഘട്ടത്തിൽ തന്നെ മനസ്സിലായി എന്നുള്ളതാണ്. അവരതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചിത്രീകരിച്ച് വെച്ചിരുന്നു. ഈ അപകട സാധ്യത മുന്നിൽ കണ്ട് അവരതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ വലിയൊരു മഴ പെയ്താൽ അവിടെയുള്ള കൃഷിയിടവും വീടും എല്ലാം തകർക്കുന്ന തരത്തിലേക്ക് മണ്ണിടിയുമെന്നുള്ള ആശങ്ക അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിള്ളലുണ്ടായ ഘട്ടത്തിലാണ് അവിടുത്തെ നാട്ടുകാർക്ക് ഇത്ര വലിയൊരു ആശങ്ക ഉണ്ടായത് എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണെടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അത് അശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണെടുക്കുന്നത്, അശാസ്ത്രീയമായ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അവർ നിരന്തരം പ്രതിഷേധം അറിയിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ആ പ്രതിഷേധമോ പരാതിയോ ഒന്നും വകവെക്കാതെ അവിടെ പ്രവർത്തനം തുടരുകയായിരുന്നു എന്നതായിരുന്നു സാഹചര്യം. അതാണ് ഇത്രത്തോളം വലിയൊരു അപകടത്തിലേക്ക് പിന്നീട് ഇപ്പോൾ ആ സാഹചര്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, ഇപ്പോൾ നമ്മൾ കണ്ടു നേരത്തെ തന്നെ ഒരു വിള്ളൽ അവിടെ രൂപപ്പെട്ടിരുന്നു. ആ വിള്ളൽ ഒരു വലിയ മഴ പെയ്താൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കും എന്നുള്ള ആശങ്ക നാട്ടുകാർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും ഈ ഒരു വിള്ളൽ അത് ഉണ്ടായപ്പോൾ തന്നെ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു പ്രവർത്തനം ഉണ്ടായിട്ടാണ് ഇവരെ ഈ പ്രദേശവാസികളായിട്ടുള്ള ഈ 22 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു ദിവസം അതുപോലെ ഇന്നും മഴ മാറി നിൽപ്പുണ്ട് പ്രദേശത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഇത്രത്തോളം കുറയ്ക്കാനായത്. ഒരുപക്ഷെ മഴ പെയ്തിരുന്നുവെങ്കിൽ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ ദുഷ്കരമായേനെ. അതുപോലെ തന്നെ മണ്ണ് ഇടിഞ്ഞു വീണത് അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ടായിരുന്നു. കൂടുതൽ വീടുകളിലേക്കും ഈ മാറ്റിപ്പാർപ്പിച്ചതല്ലാതെ മറ്റ് വീടുകളിലേക്കും ഉൾപ്പെടെ ഈ മണ്ണും അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ മഴ മാറി നിന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയായി. രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിച്ചു. ഇന്നലെ രാത്രി മുതൽ തന്നെ അങ്ങനെ ഒരു വലിയ മഴ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രദേശത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് വളരെ വേഗം ഇവിടെ നിന്ന് കോൺക്രീറ്റ് ബീമുകൾ മാറ്റാനും
അതുപോലെ തന്നെ മണ്ണ് മാറ്റാനും ഉൾപ്പെടെ സാധിച്ചു. JCB ഉൾപ്പെടെ എത്തിച്ചാണ് ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റിയത്. അതുപോലെ തന്നെ കോൺക്രീറ്റ് ബീമുകൾ തകർത്ത് എടുക്കാൻ ഉൾപ്പെടെ വളരെയധികം സമയമെടുത്തു. അതാണ് ഈ രക്ഷാപ്രവർത്തനം 5 മണിക്കൂറിലധികം നീണ്ടുപോകാൻ കാരണമായത്. ഇവർ ഈ കുടുങ്ങിക്കിടന്നത്, ബിജുവും സന്ധ്യയും കുടുങ്ങിക്കിടന്നത് ഈ കോൺക്രീറ്റ് ബീമുകളും അതുപോലെ കോൺക്രീറ്റ് ബീമുകൾക്കും ഭിത്തിക്കും ഇടയിലാണ് എന്നാണ് വീട്ടിലെ ഉപകരണങ്ങൾ അത് ഇവരുടെ ദേഹത്തേക്ക് വന്ന് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എത്തിക്കുക അത് വളരെയധികം ദുഷ്കരമായിരുന്നു. ഇന്നലെ രക്ഷാപ്രവർത്തനം അതിൻ്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ ഈ സന്ധ്യയുമായി രക്ഷാപ്രവർത്തകർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. സന്ധ്യയുമായി രക്ഷാപ്രവർത്തകർ നിരന്തരം ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. എന്നാൽ ബിജു ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു അപകടം നടന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം നടന്നിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തിയതിന് ശേഷം ഇന്ന് തന്നെയാകും ഈ സംസ്കാരം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സന്ധ്യ ഇപ്പോൾ നിലവിൽ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇവരുടെ മകൻ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ക്യാൻസർ ബാധിതനായി കഴിഞ്ഞ വർഷം ഇവരുടെ മകൻ മരിക്കുകയുണ്ടായിരുന്നു. ഈ ബിജുവിന് മറ്റ് തടിപ്പണി ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്താണ് ഇദ്ദേഹം കുടുംബം പുലർത്തിയിരുന്നത്. മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വളരെ നിർധനമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. അതിനിടെ മകൻ മരിച്ച ആ ദുഃഖത്തിൽ നിന്ന് കരകയറുന്നതിനിടയിലാണ് ഇത്തരമൊരു വലിയ ദുരന്തം കൂടി ആ കുടുംബത്തിനെ തേടിയെത്തിയത്. ഇതിലവരുടെ വീടും അതുപോലെ തന്നെ ഗൃഹനാഥൻ ഉൾപ്പെടെ അവരെ വിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇനി സന്ധ്യ തീർച്ചയായിട്ടും ചികിത്സയിലാണ്. ഇനി മകൾ കോട്ടയത്ത് നിന്ന് തിരിച്ചെത്തേണ്ടതുണ്ട്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ആരും തന്നെ ഇവിടെ ഈ മാറ്റിപ്പാർപ്പിച്ച കുടുംബാംഗങ്ങളാണെങ്കിലും മറ്റ് പ്രദേശവാസികളാണെങ്കിലും ആരും തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ ദുരന്തമാണ് സംഭവിച്ചത്. ഇവർ പോലും ഇത്ര വലിയൊരു വ്യാപ്തിയിൽ ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് ഇവർ പോലും വിചാരിച്ചിരുന്നില്ല. ഇത്ര വലിയൊരു ദുരന്തമാകും ഉണ്ടാകാൻ പോകുന്നത്. ഇന്നലെ ഈ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. നമ്മളിപ്പോൾ കണ്ടതാണ്. ഈ പ്രദേശത്ത് ഈ മണ്ണിൽ വിള്ളൽ വീണ ഘട്ടത്തിൽ ഈ പ്രദേശവാസികൾ വീഡിയോ എടുക്കുകയും ഈ ഒരു വിവരം അത് പങ്കുവയ്ക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇതിനു മുൻപും നിരവധി പരാതികൾ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ഇതിനെ സംബന്ധിച്ചുള്ള പരാതികൾ ഇതിനു മുൻപും നമുക്ക് നിരവധി തവണ ലഭിച്ചിരുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഇന്നലെ ഈ വീഡിയോ എടുത്ത് അവർ പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു ദുരന്തം അത് മേഖലയിൽ ഉണ്ടാകും, ഈ ഒരു കുടുംബം അതിനകത്ത് അകപ്പെടുമെന്ന് ഉൾപ്പെടെ അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്ര എന്തായാലും വളരെ അധികം വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നത്. യെസ്, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി നോക്കുമ്പോൾ ബിജുവിൻ്റെ കുടുംബത്തിന് ഒരു വലിയ ദുരന്തം, അവരുടെ മകനെ അർബുദബാധിതനായതിനെ തുടർന്ന് നഷ്ടമായതിൻ്റെ ആഘാതം വിട്ടുമാറും മുമ്പ് ആ കുടുംബത്തെ തേടി മറ്റൊരു വലിയ ദുരന്തം കൂടി എത്തിയിരിക്കുന്നു. ഒരു തീരാ നോവ് എത്തിയിരിക്കുന്നു. ബിജുവിനെ സന്ധ്യയ്ക്ക് മകൾക്കും നഷ്ടമാകുന്ന സാഹചര്യം, അവരുടെ വീടും നഷ്ടമാകുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയൊരു ദുഃഖത്തിലേക്ക് ആ കുടുംബം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. VK സ്റ്റാലിൻ നമുക്കൊപ്പം ഉണ്ട് എന്നാണ് തുടരുന്നത്. സ്റ്റാലിൻ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ആ വിള്ളലിൽ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് അവർ ആ വീഡിയോയിൽ തന്നെ അത് പ്രകടമാക്കുന്നുണ്ട്. വലിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടവും വീടിനുമൊക്കെ ആപത്താകുന്ന തരത്തിൽ, വെല്ലുവിളിയാകുന്ന തരത്തിൽ ഈ വിള്ളൽ മാറില്ലേ എന്നുള്ളതായിരുന്നു ആശങ്ക. അവരത്തരത്തിൽ അധികൃതരോടോ മറ്റോ പരാതിപ്പെട്ടതിന് ശേഷമാണോ ഈ കുടുംബത്തെ, ഈ അവിടെ ഉണ്ടായിരുന്ന 22 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് 2 ദിവസങ്ങളായിട്ട് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. ആ മഴയത്തെല്ലാം ചെറിയ തോതിലുള്ള മണ്ണ് ഇടിച്ചിൽ അവിടെ ഉണ്ടായി. ദേശീയപാതയുടെ നിർമ്മാണ മേഖലയിൽ മണ്ണിടിയുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളും കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്തെ ഈ മണ്ണിലെ വിള്ളലുകൾ കണ്ടെത്തിയത്. ആ കാര്യവും അവർ പുറമെ ആളുകളെ അറിയിച്ചിരുന്നു, അത് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടെ കൂടിയാണ് ഈ കാര്യങ്ങൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ, പഞ്ചായത്തിന്റെ ഉള്ള അധികൃതർ അവിടെ
എത്തുന്നതും ഈ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം അധികൃതർക്കും ഉണ്ടാവുന്നത്. അതേ തുടർന്നാണ് അടിയന്തരമായി അവിടെ നിന്ന് മാറ്റണമെന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ അവിടെ നിന്ന് 22 കുടുംബങ്ങളെ മാറ്റിയത്. അതിൽപ്പെട്ട ഒരു കുടുംബം, പ്രത്യേകിച്ചും ഈ ബിജുവും സന്ധ്യയും ഉൾപ്പെടുന്ന കുടുംബം അതോടൊപ്പം അവിടെ നിന്നും മാറി. പക്ഷെ എങ്കിൽ അവർ പോയത് ഈ സ്കൂളിലേക്കല്ല, അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് തന്നെ മാറി. താൽക്കാലികമായിട്ടുള്ള മാറ്റം എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്. ഒരു ദിവസത്തേക്ക് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു അത്. 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവരോടും അറിയിച്ചിരുന്നത്, അധികൃതർ പറഞ്ഞിരുന്നത് കുറെ ദിവസങ്ങളിലേക്കുള്ള ഒരു ക്യാമ്പ് എന്ന രീതിയിലല്ല, താൽക്കാലികമായി ഒന്ന് മാറി നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു. കാരണം ഇന്നലെ പകല് പ്രദേശത്ത് മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു മഴ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വലിയ ഒരു ശരി. സ്റ്റാലിനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ KK രാജൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ KK രാജൻ. വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ അപകട വാർത്ത താങ്കൾ എപ്പോഴാണ് അറിയുന്നത്? ആരാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്? നമസ്കാരം. ഇന്നലെ ഉദ്ദേശം രാത്രി 9:00-ക്ക് ശേഷമാണ് ഈ നാടിനെ നടുക്കിയ വലിയ ഈ ദുരന്തം ഉണ്ടായത്. മുഴുവൻ വാർത്താ ചാനലുകളും അപ്പോൾ തന്നെ ഇത് പ്രക്ഷേപണം ചെയ്തിരുന്നു. അടിമാലി സ്വകാര്യ ചാനലാണ് ആദ്യം പ്രക്ഷേപണം നടത്തിയെങ്കിൽ പോലും ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾ ഏറ്റവും മുൻപന്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി പുറം ലോകത്തെ അറിയിച്ചത് രാത്രി 9:10 മണിക്ക് ശേഷമുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാഡം, ഈ കുടുംബത്തെ വ്യക്തിപരമായി അറിയാമായിരുന്നോ KK രാജൻ? അറിയാം. വ്യക്തിപരമായിട്ട് വർഷങ്ങളായിട്ട് അവര് ഈ ബിജുവിന്റെ കുടുംബം അവിടെ താമസിച്ചിരുന്നത്. വർഷങ്ങളായിട്ട് തന്നെ അവിടെ താമസിക്കുന്നത്. അടിമാലിൽ നിന്നും മൂന്നാർ റൂട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കോളനി ഉള്ളത്. ഈ കുടുംബങ്ങളെ, ഈ 22 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത്, കൃത്യസമയത്ത് ആ ഒരു നടപടി ചെയ്തത് എത്രത്തോളം വലിയ ദുരന്തമാണല്ലേ ഒഴിവാക്കിയത്? വലിയ ദുരന്തം. അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ TS സിദ്ദിഖിന്റെ അനുയോജ്യമായ ഒരു ഇടപെടൽ കൂടിയാണ് ആ സംഭവത്തിന് തുടക്കം. അല്ലെങ്കിൽ 22 കുടുംബങ്ങൾക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്കല്ല വലിയ ഈ ദുരന്തം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം, അത് നേരത്തെ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ അടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ അവരുടെ ആശങ്കകളോ പരാതികളോ ഒന്നും മുഖവിലേക്കെടുക്കാതെയാണ് അവിടെ പ്രവർത്തികൾ വീണ്ടും തുടർന്നത്, അല്ലേ? സത്യമായിട്ടും അത് തന്നെ. കാരണം ഈ ദേശീയപാതയുടെ നിർമ്മാണം തുടക്കം മുതലേ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് ഞങ്ങളടക്കം പലവട്ടം ചാനലിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ, പൊതുപ്രവർത്തകർക്ക് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ നിർമ്മാണ പ്രവൃത്തിയിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി അവർ നിർത്തിവെക്കാനോ മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ മണ്ണെടുപ്പ് ആണ് അവിടെ ഒരു പ്രശ്നമായി നിന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ എന്താണ് ആ പ്രദേശത്തെ ഒരു അപകട സാധ്യത എന്ന് പറയുന്നത്, ഭീഷണി എന്ന് പറയുന്നത്? നിലവിൽ ഇപ്പൊ നമുക്കും അറിയാം, ഇപ്പൊ ന്യൂസ് 18 പോലുള്ള ചാനലുകൾ ഏറ്റവും മുൻപിൽ നിന്ന് തന്നെ അത് പ്രക്ഷേപണം നടത്തിയതാണ്. നിലവിൽ ഇപ്പൊ ഇവിടെ 6 മൈൽ മുതൽ നേര്യമംഗലം മുതൽ ഈ ഇവിടെ ആനവരട്ടി ഭാഗത്തുള്ളത് ഏറ്റവും കൂടുതൽ സൈഡിൽ കൂടി വലിയ മൺതിട്ടും വലിയ മരങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. പ്രത്യേകിച്ച് വാളറ ഉൾപ്രദേശം 12 കിലോമീറ്റർ ഉൾപ്രദേശം റോഡിന്റെ ഏറ്റവും സൈഡിൽ വൻ മരങ്ങളാണ് ഉള്ളത്. ഇപ്പോ അടിമാലിൽ കൂമ്പുംപാറ ഉണ്ട സംഭവവുമായി ബന്ധപ്പെട്ട് സമാനമായ സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആവർത്തി ബന്ധപ്പെട്ടെടുത്ത് പറഞ്ഞത്. കാരണം ഈ വാളറ ഭാഗത്ത് ഏറ്റവും വലിയ വൻ മരങ്ങളാണ് ഉള്ളത്. ആ സൈഡിൽ വൻ മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ ഈ കുമ്പംപാറ ഉണ്ടായ സംഭവത്തിന് സമാനമായ സംഭവം അവിടെ ഉണ്ടാകും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അശാസ്ത്രീയമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പല ആവർത്തി ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഗവൺമെന്റോ അല്ലെങ്കിൽ നാഷണൽ അതോറിറ്റിയോ ബന്ധപ്പെട്ട ആളുകളൊന്നും ഇതിനകത്ത് ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. മാഡം, അതെ. താങ്കളുടെ വീടും ഈ സമീപ പ്രദേശത്ത് തന്നെയാണോ? അതെ. ഒത്തിരി ദൂരമില്ലാത്ത തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരുപക്ഷെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും വലിയ ആശങ്കയിലാകും, അല്ലേ? പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്നലെ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നെങ്കിൽ ആ വലിയ ആ മല ഇടിഞ്ഞു വന്നത് ആ സ്ഥലം മൊത്തം ഊഴ്ന്നിറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമായിരുന്നു. വലിയ ദുരന്തമാണ്. നമുക്ക് ഈ മഴ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തം ഈ പ്രദേശവും ഈ നാടും നമുക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ കാണാൻ പറ്റുമായിരുന്നു. അതെ, നമുക്കറിയാം ഈ തുലാവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ മഴ ഇടുക്കിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ആ കഴിഞ്ഞ ആഴ്ചകളിലെ ഒരു സാഹചര്യമല്ല ഇക്കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരുന്നത് എന്നത് തന്നെ വലിയ ആശ്വാസമായി, അല്ലേ? വലിയ ആശ്വാസം. എന്താണിപ്പോൾ പ്രദേശവാസികളൊക്കെ പറയുന്നത്? അവരെന്തായാലും
സ്വാഭാവികമായും ഈ ഒരു വലിയ ദുരന്തം കണ്ട് അതിന്റെ ആ ഒരു ഞെട്ടലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലോ. അവര് ഇനി അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കേണ്ടതുണ്ട്. എന്താണ് അവർ പങ്കുവെക്കുന്ന ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ? ഈ ഇതിനകത്ത് വളരെ കഷ്ടപ്പാട്, അതായത് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയാണ് അത്. അവർ അന്നന്ന് ജോലി എടുത്ത് കഴിയുന്ന ഒരു കുടുംബങ്ങളാണ് നിലവിൽ അവിടെ കുടുംബങ്ങൾ ഉള്ളത്. ഇപ്പൊ നിലവിൽ അവിടെ 22 കുടുംബങ്ങളിൽ പോലും ഇനി അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം അത്രമാത്രം ദുരന്ത മേഖലയും അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഏരിയ ആയത് മാറിക്കഴിഞ്ഞു. അപ്പൊ നിലവിൽ രാവിലെ ഏറ്റവും ഉണ്ണി എന്നൊരു മാങ്കുളത്ത് താമസിക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്, നിലവിൽ അവിടെ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അവിടെ മുഴുവൻ കുടുംബങ്ങളെയും മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള അടിയന്തരമായ ഇടപെടലുകളാണ് സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് നമുക്ക് പൊതുവായി നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ശ്രീരാജൻ, ഇവിടെ ഇപ്പോൾ എത്ര വീടുകൾ പൂർണ്ണമായും നിലം പൊത്തിയിട്ടുണ്ട്? ഇപ്പൊ 6 വീടുകൾ മുകളിൽ ഇപ്പൊ മണ്ണിന്റെ അടിയിലാണ്. 6 വീടുകൾ മൊത്തം 22 വീട്ടിൽ 6 വീട് മൊത്തം മണ്ണിന്റെ അടിയിലാണ്. ഈ കുടുംബങ്ങളെല്ലാം ക്യാമ്പിലായിരുന്നോ ഉണ്ടായിരുന്നത്? അത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ക്യാമ്പിലേക്ക് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സിദ്ദീഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റിയിരുന്നു. അപ്പൊ നിലവിലുള്ള റെക്കോർഡുകളും ഭക്ഷണ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവർ വീട്ടിൽ വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ദുരന്തം ഉണ്ടാവുന്നത്. ഈ ബിജുവും സന്ധ്യയും ക്യാമ്പിലായിരുന്നോ ഉണ്ടായിരുന്നത്? ക്യാമ്പിൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അപ്പോൾ അവരെന്തിനാണ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് വന്നത്? ഈ സമയത്ത് എന്തോ രേഖകൾ എടുക്കാൻ വേണ്ടിയാണ് അവർ വീട്ടിലേക്ക് വന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റു ഭക്ഷണവും സൗകര്യവും ഒക്കെ എല്ലാവർക്കും ക്യാമ്പിൽ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. അപ്പോൾ ഈ ക്യാമ്പിലുള്ള മറ്റ് ആളുകൾക്കൊന്നും ഇവർ ഈ വീട്ടിലേക്ക് വന്നത് അറിവുണ്ടായിരുന്നില്ലേ? അത് ഈ സന്ധ്യയും മരിച്ച ബിജുവിന്റെ ഭാര്യ സന്ധ്യയുടെ അനുജത്തിയാണ് ഈ പുറം ലോകത്ത് അറിയിക്കുന്നത്. ഇങ്ങനെ സന്ധ്യ രേഖകൾ എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയിട്ടുള്ള വിവരം അറിയുന്നത്. അങ്ങനെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഇവര് വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിന്റെ മുകളിലേക്ക് മണ്ണു എന്ന് വീണ സംഭവം ഈ പുറലോകം അറിയിക്കുന്നത് ഈ സന്ധ്യയുടെ അനുജത്തിയാണ്. ശ്രീരാജൻ, നേരത്തെ ഞങ്ങൾക്കൊരു വീഡിയോ ലഭിച്ചിരുന്നു. അതായത് ആ സമീപ പ്രദേശത്തുള്ളവർ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു അവരുടെ ആശങ്ക. വലിയ മഴ പെയ്താൽ ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കുമല്ലോ കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക. ആ ഒരു വീഡിയോ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ താങ്കൾ ആ ഒരു വിള്ളൽ രൂപപ്പെട്ട മേഖല സന്ദർശിക്കുകയോ താങ്കളുടെ ശ്രദ്ധയിൽ അത് പെടുകയോ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. കാരണം നിലവിൽ ഈ മിനിഞ്ഞാന്ന്, അതായത് ഇന്നലെ മിനിഞ്ഞാന്നാണ് ഈ സംഭവം വൈകിട്ട് ഒരു 4 പെട്ടെന്ന് അടിമാലി ടൗൺ NH ബ്ലോക്ക് ചെയ്തു. നാഷണൽ ഹൈവേ അതോറിറ്റി ബ്ലോക്ക് ചെയ്തിട്ട് മറ്റു സ്ഥലത്തേക്ക് വണ്ടി തിരിച്ചു വിട്ടാണ്. ആ സമയത്താണ് അവിടുന്ന് മണ്ണിടിയുന്നത്. അപ്പൊ അതിക്ക് മുമ്പ് തന്നെ ഈ വിള്ളൽ അനുഭവപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരെയും ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അറിയിച്ചിട്ടുള്ളതാണ്. അതെ, ശ്രീരാജൻ ദയവായി ഒന്ന് തുടരണം. ഇപ്പോൾ നമുക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ കൃഷ്ണമൂർത്തി കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ കൃഷ്ണമൂർത്തി. വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ രക്ഷാപ്രവർത്തനം നമുക്കറിയാം 7 മണിക്കൂറോളം നീണ്ടു നിന്ന ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. ഇപ്പോൾ ഉള്ള സാഹചര്യം, അതോടൊപ്പം ഈ ബിജുവിന്റെ കുടുംബം, ആ രക്ഷാപ്രവർത്തനം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിലൊക്കെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. രാത്രി നമ്മൾ രക്ഷാപ്രവർത്തനമല്ല, നമ്മൾ ആൾക്കാരെ മാറ്റി പാർക്കും, 5:30 മുതൽ ആൾക്കാരെ മാറ്റി പാർക്കും പോലെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മുതൽ നമ്മൾ മുകളിൽ ഒരു വിള്ളലുണ്ടായപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാവും എന്ന് ഞങ്ങളുടെ ഒരു ആശങ്കയിലാണ് ഞങ്ങൾ ഇവിടുത്തെ 22ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത്. ഈ വിള്ളലുണ്ടായത് ഏത് ദിവസമാണ്? ഇപ്പം 2 ദിവസം മുമ്പ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വന്നു. പിന്നീട് ഇന്നലെ ഉച്ചയോടുകൂടി വിള്ളൽ കണ്ടെത്തുകയും അത് നമ്മൾ ചെന്ന് പരിശോധിക്കുകയും നല്ല രീതിയിൽ വിള്ളൽ ഉണ്ടാകുന്നത് നമ്മൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ 22 വീട്ടുകാരോടും മാറി താമസിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ അവരെ കൂട്ടിക്ക് ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ക്യാമ്പിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് ചെയ്തത്. കുടുംബങ്ങളെല്ലാം മാറ്റിയിരുന്നതിനാൽ തന്നെ ഈ ഒരു മണ്ണിടിഞ്ഞു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഒരുപക്ഷെ അവിടെ സന്ധ്യയും ബിജുവും ഈ അപകടത്തിൽ പെട്ടു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല, അല്ലേ? ഉണ്ടായില്ല. കാരണം അവര് അവിടെ ഒന്ന് നമ്മുടെ ക്യാമ്പിൽ ഒന്ന് ഒപ്പിടുകയും ചെയ്തതാണ്. 22 പേര് ഇതിൽ 20ാമത്തെ ആളായിട്ട് അവരൊന്ന് ഒപ്പിടുകയും ചെയ്തതാണ് ക്യാമ്പിൽ വന്ന്. ഈ രേഖകൾ എടുക്കുവാൻ വേണ്ടി അവർ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ. ഈ ബിജുവിനെയും സന്ധ്യയെയും വ്യക്തിപരമായി അറിയാവുന്നതാണോ?
അറിയാവുന്ന ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയാൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, കാരണം മിൽമ സൊസൈറ്റിയിലാണ് ചേച്ചി നിൽക്കുന്നത്. ചേട്ടൻ ഇവിടെ ടൗണിൽ ചുമട് മുക്കുന്നതിന് അതുപോലെ തന്നെ പല കൂലിപ്പണിക്ക് വരുന്നത് ഞങ്ങളോട് അമ്പലങ്ങളായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൂടെ എല്ലാം സഹകരിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും ടൗണുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ മകൻ ഇപ്പോ 1 വർഷമായുള്ളൂ മരിച്ചിട്ട്. അങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നപ്പോൾ ഞങ്ങൾ എല്ലാവരോടും നല്ല ബന്ധത്തിൽ പോകുന്ന വ്യക്തിയായിരുന്നു. നമുക്കറിയാം അവിടുത്തെ ഈ ഒരു അപകട സാധ്യത എത്രത്തോളമാണ് ആ മേഖലയിൽ ഉള്ളത് എന്നുള്ളത്. ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു, മണ്ണെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. താങ്കൾ അടക്കം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ടാകും. ആ ഘട്ടത്തിലൊക്കെ ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു നിലപാട്? അവര് പറഞ്ഞത് ഇപ്പം നമ്മൾ ദേശീയപാത ശരിക്കും കൊച്ചി ധനുഷ്കോടി ദേശീയപാത മൂന്നാറിന്റെ കവാടമാണ്. ഈ നിരവധിയായ ടൂറിസ്റ്റുകൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിന് വീതി കൂട്ടിയാൽ മാത്രം പലപ്പോഴും ഗതാഗതം തടസ്സപ്പെടുകയും യാത്രക്കാർക്ക് പോകാൻ വരാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ റോഡിന് വീതി കൂട്ടി പണിയണമെന്ന് പറയുകയും നമ്മൾ പലപ്പോഴും വീതി കൂട്ടി പണിയുന്നതിന് വേണ്ടി സമരങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളും കൂടിയാണ്. പക്ഷെ ആ പണിയുന്നതിനിടയ്ക്കും ഇവർക്ക് ശാസ്ത്രീയമായി പണിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും പക്ഷെ ഇവർ അശാസ്ത്രീയമായ ചെറിയ ഈ കുന്നുകളും മലകളും ഇടിഞ്ഞു വരുന്നതും ഇവിടെ പലപ്പോഴും പണ്ട് കാലങ്ങളിൽ റോഡൊക്കെ വെട്ടുമ്പോൾ ചിലപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞു വരും. അപ്പൊ അപ്പോഴും നമ്മൾ ആശങ്ക പറഞ്ഞപ്പോൾ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, അതിന് ഞങ്ങൾ ശാസ്ത്രീയമായി പണിയുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയാണ് ഇത് പണിതുകൊണ്ടിരുന്നത്. ഈ ശാസ്ത്രീയമായി എങ്ങനെ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നു ശ്രീകൃഷ്ണമൂർത്തി? ശാസ്ത്രീയമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മണ്ണെടുക്കുന്നതിന് മുമ്പ് മൈനോളജി വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഇവർ വന്ന് പരിശോധന നടത്തി അതിൻ്റെതായ രീതിയിൽ പണിയെടുക്കുക. ഇപ്പൊ മണ്ണിന്റെ ഏറ്റവും വലിയ കുന്ന് ഇടിച്ച് തകർക്കാതെ അതിനനുസരിച്ചുള്ള ലെവലിൽ മണ്ണെടുത്ത് ഒരു സ്റ്റെപ്പ് വൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായേനെ. ഒരുപക്ഷെ ഈ പ്രദേശവാസികൾ എത്രയോ കാലമായി അവിടെ ഭീതിയോടെ ആയിരിക്കും അല്ലേ കഴിഞ്ഞിരുന്നത്? എന്തോ ഒരുപക്ഷെ ഈ കുടുംബങ്ങളെ അവിടെ എത്രയോ കാലമായി ഭീതിയോടെ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇത് ഏതാണ്ട് നമുക്കറിയാം, ഇത് ലക്ഷം വീണ് കോളനിയിൽ പദ്ധതി ഉൾപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ് ഈ 42 വീടുകളും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2008 ഇത് വീണ്ടും പുതുക്കി പണിതതാ. ഇത് എം എൻ സ്മാരക ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞാണ് ആദ്യം ഇത് പണിയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടിമാലി ലക്ഷം വീട് കോളനി പുനരുദ്ധാരണം നടത്തി 2008 പുനരുദ്ധാരണം നടത്തി ഈ പ്രവർത്തനം ഇത് മാറ്റി ഒരു ഇതിൽ തന്നെ 2 പോർഷനായിട്ടായിരുന്നു താമസിച്ചുകൊണ്ടത്. അത് മാറ്റി ഒറ്റ വീടാക്കി കൊടുക്കുകയും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ലക്ഷം വീട് കോളനി പദ്ധതിയിലൂടെ വീടുകൾ വരികയും ചെയ്തിട്ടുള്ളത്. യെസ്, ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രദേശത്ത് മാത്രമായിരിക്കില്ലല്ലോ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. അല്ല, നമുക്ക് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പണിയുന്ന പല സ്ഥലങ്ങളിലും ശാസ്ത്രീയമായി തന്നെ ഇനി പണിയേണ്ടി വരും. ഇപ്പൊ നമുക്കതറിയാം, കൂടുതലും താഴ്ത്ത പ്രദേശങ്ങളാണ് വീടുകളൊക്കെ ഉള്ളത്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ ആ താഴ്ത്ത മുകളിൽ നിന്ന് വരുന്ന മണ്ണുകൾ എത്ര വ്യാപ്തിയിൽ വരുമെന്നും അത് അല്ലെങ്കിൽ അവിടെ പണി കഴിഞ്ഞാൽ വീണ്ടും ഇടിയുമോ എന്ന് പരിശോധന നടത്തി വ്യക്തമായ ധാരണയില്ലാതെ ശാസ്ത്രീയമായ പണി നടത്തി മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ റോഡ് പണി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലെ വലിയ അപകട ദുരന്തങ്ങൾ ഉണ്ടാവും. എങ്ങനെ ആൾക്കാർ സ്വന്തം അധ്വാനിച്ച് ഇത്ര വർഷം അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയുണ്ട്, വീടും അതുപോലെ ഉപകരണങ്ങളൊക്കെ മേടിച്ച് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾക്കും വലിയ ആശങ്കയായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ശ്രീ കൃഷ്ണമൂർത്തി, അതായത് ഇനി 6ഓളം വീടുകൾ അവിടെ മണ്ണിനടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ മറ്റ് 22 കുടുംബങ്ങൾക്കും അവിടേക്ക് എത്താനുള്ള വലിയൊരു ആശങ്ക ഉണ്ടാകുമല്ലോ, അവരുടെ വീട് നഷ്ടമായിട്ടില്ല എങ്കിൽ പോലും. 8 വീടുകൾ ഇപ്പൊ പൂർണ്ണമായി മണ്ണിനടിയിലാണ്. അതുകൂടാതെ ഈ 8 വീടുകളല്ല, ഇപ്പൊ ഒരു ഇപ്പൊ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവിടെ 42ഓളം വീടുകളുണ്ട് ഈ ഉന്നതിയിൽ. ഈ 42 വീടുകാർക്കും ആശങ്കയിൽ തന്നെയാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് ഇപ്പൊ രാത്രി ഞങ്ങൾ 22 വീട്ടുകാരെ മാറ്റിയതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ഇനി ഈ മണ്ണ് മാറ്റി ഇതിന്റെ ആൾക്കാരെ മാറ്റി ഇതിന്റെ സൈഡ് വാളൊക്കെ കെട്ടിയാൽ മാത്രമാണ് ഇങ്ങോട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് താമസിക്കാൻ സാധിക്കുള്ളൂ. ഇനിയൊരു ശക്തമായ മഴ ഉണ്ടായാൽ ഈ 42 വീടുകളും ഒരേപോലെ മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലേ? ഇനി ഈ ഘട്ടത്തിൽ ക്യാമ്പിലുള്ളവരെയൊക്കെ എവിടേക്ക് മാറ്റും? അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കാം? ഇപ്പൊ എന്തായാലും കളക്ടർ മന്ത്രിയും ഒക്കെ വന്ന് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ബിജു എന്ന വ്യക്തിയുടെ മറ്റ് കർമ്മങ്ങൾക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിന്റെ എല്ലാം ഇത് കഴിഞ്ഞ് ചേച്ചി ഹോസ്പിറ്റലിൽ ഇത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു യോഗം കൂടി ഇതിന് വ്യക്തമായ ധാരണയുണ്ടാക്കി ഇവരെ എവിടെ പുനരധിവസിക്കണം എന്നുള്ള ധാരണ ഉണ്ടാക്കിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ മന്ത്രിയും എം പിയും ഒക്കെ എത്തിയ ഘട്ടത്തിൽ താങ്കൾ ആ സ്ഥലത്തുണ്ടായിരുന്നോ?
ഞാൻ ഇന്നലെ അതോ 5:30 മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. കാരണം 5:30 ഞങ്ങൾ വന്ന് ഇവിടെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് രാത്രി മണ്ണിടികൾ ഉണ്ടാകുന്നത്. ആ മേഖലയുടെ ഒരു സാഹചര്യവും അവിടുത്തെ ആ ഒരു അപകട ഭീഷണിയും ഒക്കെ കണ്ടതിന് ശേഷം അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങള് ശരിക്കും ഞാനൊക്കെ ശരിക്കും ഞാനിതിന്റെ വണ്ടയിൽ ഇതിന്റെ വന്ന് കയറി ഇതിന്റെ മുകളിൽ കയറി കാണുമ്പോൾ ഒരു ഭയങ്കര ഭീകര അന്തരീക്ഷമായിരുന്നു. ആ സമയത്താണ് ഞങ്ങളിവിടെ ഞങ്ങളിവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് പറയുകയും ഇവര് മാറാൻ ആദ്യമൊക്കെ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് തന്നെ നമ്മൾക്ക് ആണെങ്കിലും ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. എന്റെ വീട് താമസിക്കുന്ന വീട്ടിൽ പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങി മാറുമെന്ന് പറയാൻ നമുക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ആശങ്ക അവരും പ്രകടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി പോയബുദ്ധിയാണ് ഞങ്ങൾ അവർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ താങ്കൾ ആ അപകടം നടന്ന മേഖലയിൽ തന്നെയാണോ ഉള്ളത്? ഇപ്പൊ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഈ മേഖലയിൽ നിന്ന് മാറിയിട്ടുള്ള ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ക്യാമ്പിലൊക്കെ കഴിയുന്ന ആളുകൾ സ്വാഭാവികമായും ഇനി ഈ പ്രദേശത്തേക്ക് മടങ്ങുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടോ? മടങ്ങുന്നതല്ല, അവര് മടങ്ങാതെ എങ്ങനെ ഇരിക്കും? അവരുടെ വീടല്ലേ, അവരുടെ സ്വത്തല്ലേ, അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഇതല്ലേ. അവർക്കത് ഒഴിവാകാൻ അവർക്ക് എന്തെങ്കിലും ആശങ്കയില്ല. അവർക്ക് നല്ല രീതിയിൽ പാർപ്പിട സൗകര്യങ്ങളും നല്ല രീതിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താൽ മാത്രമാണ് അവർക്ക് ഇവിടെ വരാൻ സാധിക്കുള്ളൂ. അതെ, വളരെ ശരിയാണ്. ഇപ്പോൾ ബിജുവിന്റെ മകളെ അടക്കം ഈ ദുരന്ത വാർത്ത അറിയിച്ചിരുന്നു. ബിജുവിന്റെ മകൾക്ക് അത് വ്യക്തമായി അറിഞ്ഞു കാണൂല. കാരണം എന്താ കഴിഞ്ഞാൽ ടിവിയിലും ചാനലിലൊക്കെ വരുന്നുണ്ട്, വാട്സപ്പിലും ഒക്കെ വരുന്നുണ്ട്. അത് സ്വാഭാവികമായി അറിഞ്ഞു കാണും. അവിടെ എത്തിയിട്ടുണ്ടോ? കൊച്ചിവിടെ എത്തിയിട്ടില്ല. കൊച്ച് അവരുടെ ബന്ധു വീട്ടിലാന്നാ പറഞ്ഞത്. ശരി, വളരെ നന്ദി ശ്രീ കൃഷ്ണമൂർത്തി ഞങ്ങളോട് പ്രതികരിച്ചതിന്. നേരത്തെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ പൊതുപ്രവർത്തകൻ കൂടിയായ ശ്രീ കെ രാജൻ നമുക്കിപ്പം തുടരുന്നുണ്ട്. ശ്രീ കെ രാജൻ, ഇപ്പോൾ കൃഷ്ണമൂർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെല്ലാം ഈ വിഷയം എത്രയോ കാലം മുമ്പേ ഉന്നയിച്ചതാണ്, പരാതിപ്പെട്ടതാണ്, പ്രതിഷേധിച്ചതാണ്. അതിനുശേഷം ഇന്നലെ ഈ മന്ത്രിയും MP-യും അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടേക്ക് എത്തിയപ്പോൾ താങ്കൾ ആ പ്രദേശത്തുണ്ടായിരുന്നു? രാജനിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും അവർ ഏറെ നാളായി ഒരു വലിയ ആശങ്ക, അതായത് അശാസ്ത്രീയമായ ഇത്തരത്തിൽ മണ്ണെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കും എന്നുള്ളത് ബന്ധപ്പെട്ട അധികൃതരെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. കെ രാജൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ രാജൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ഞാൻ ചോദിച്ചത് ഈ മന്ത്രിയും MP-യും അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ മേഖലയിൽ എത്തിയപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? രാത്രി മന്ത്രി അടക്കം രാത്രി വൈകിയാണ് എത്തിയെങ്കിൽ പോലും കളക്ടർ ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥർ തന്നെ രാത്രി അവിടെ എത്തിയിരുന്നു മാഡം. അവരൊക്കെ ഈ പ്രദേശം കണ്ടിട്ട്, ഈ അപകട സാധ്യത കണ്ടിട്ട്, ഇനിയും ഒരു ശക്തമായ മഴ പെയ്താൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത്, അവരെന്താണ് പറഞ്ഞത്? ഒരു നിലവിൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ പൂർണ്ണമായ സംരക്ഷണം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മന്ത്രി ഇന്നലെ തന്നെ അവിടെ രാത്രി സൂചിപ്പിച്ചിട്ടുള്ളത് മാഡം. ഇപ്പോൾ പൂർണ്ണമായി സംരക്ഷിക്കും. താങ്കൾക്ക് വിശ്വാസമുണ്ട് അല്ലേ? അപ്പോൾ ഈ ക്യാമ്പിലുള്ള ജനങ്ങളുണ്ടല്ലോ, മറ്റാളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ സ്വാഭാവികമായും ഈ പ്രദേശത്തേക്ക് മടങ്ങി എത്താനുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷേ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീ കൃഷ്ണമൂർത്തി സൂചിപ്പിച്ചതുപോലെ അവർ സ്വന്തം വീട്ടിലേക്കല്ലാതെ, ആകെയുള്ള ഈ ഒരു ഭൂമിയിലേക്കല്ലാതെ എവിടേക്ക് മടങ്ങും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവരുടെ ഒരു ആശങ്ക ഏത് തരത്തിലാണ്? അവർ നിലവിൽ അവർക്ക് ആ കോളനി എന്ന് പറഞ്ഞിരിക്കുന്നത് 4 സെന്റ് കോളനിയാണ്. 4 സെന്റ് കോളനിയാണ് അവർ അത്രയും ആളുകൾ അവിടെ തിങ്ങി പാർക്കുന്നത്. അവർക്ക് തിരിച്ചു വരാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ട്. കാരണം ജീവിതത്തിന്റെ ഭാഗത്തു നിന്നും അവർ അന്തിമ ഘട്ടത്തിലേക്ക് വരുന്ന ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും അവരവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ രേഖകളും ഇതെല്ലാം അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ അതിന് ഒരു പരിഹാരം ബന്ധപ്പെട്ട ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്കളിപ്പോ ആ പ്രദേശത്തുണ്ടോ? ഈ അപകടം നടന്ന പ്രദേശത്തുണ്ടോ? ഇപ്പൊ അവിടെ ഞാൻ രാത്രി തന്നെ മടങ്ങി പോന്നിരുന്നു. ഏതായാലും രാവിലെ ഞാനവിടെ എത്താനുള്ള തിരക്കിലാണ് ഇപ്പോ. ഈ ബിജുവിന്റെ സന്ധ്യയുടെ ഒക്കെ കുടുംബത്തോടൊക്കെ ഇന്നലെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരുടെയൊക്കെ വലിയൊരു ആഘാതത്തിലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഇന്നലെ അല്ലായിരുന്നു. അതെ. ഈ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചൊക്കെ താങ്കൾ അത് നേരിട്ട് കണ്ടിരുന്നോ? രക്ഷാപ്രവർത്തനമൊക്കെ എല്ലാവരും വളരെ ആത്മാർത്ഥത, കാരണം നാട്ടുകാരടക്കം, അടിമാലി ഫയർഫോഴ്സ് അടക്കമുള്ള, അടിമാലി പോലീസ് അടക്കമുള്ള മുഴുവൻ ആളുകളും അതിനകത്ത് ഒറ്റ മനസ്സോടുകൂടി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഒരു 5-6 മണിക്കൂർ കൊണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനം ഒരു പരിധി വരെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഈ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ നേരത്തെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളതിനാൽ തന്നെ ഈ മണ്ണിടിഞ്ഞ വാർത്ത പുറത്തേക്ക് എത്താൻ അല്പം വൈകിയോ? വൈകി.
ഈ സമയത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യവുമായിരുന്നു അല്ലേ? ഭയങ്കര ഗുണം കിട്ടിയായിരുന്നു, ഭയങ്കരമായ ഗുണം കിട്ടി, അനുഗ്രഹം കിട്ടി. കാരണം മഴയും കൂടെ പെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ അവിടെ വലിയ ദുരന്തം ഉണ്ടായേനെ. കാരണം മുഴുവൻ വലിയ ഒരു മലയാണ് ഇടിഞ്ഞ് താഴത്തേക്ക് പോകുന്നത്. ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ വെള്ളം ഒലിച്ച് മുഴുവൻ മണ്ണും ഒലിച്ചിറങ്ങി, വെള്ളം ഒലിച്ചിറങ്ങി ആ വീടുകളുടെ മുഴുവൻ ഭാഗത്തേക്കും പോകും. അപ്പൊ അങ്ങനെ വലിയ ദുരന്തം. ഇപ്പൊ നിലവിൽ സന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീ മണ്ണിന്റെ അടിയിൽ ഇതിന്റെ അടിയിൽ കിടന്ന് തന്നെ നമുക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥ നമുക്ക് സംഭവിക്കുമായിരുന്നു. ഈ സന്ധ്യയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് താങ്കൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ രാജഗിരി ഹോസ്പിറ്റലാണെന്ന് വിവരം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നമുക്ക് രാവിലെ നമുക്ക് ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ശരി, ശ്രീ കെ രാജൻ, ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഈ സന്ധ്യയുടെ ആരോഗ്യനിലയെക്കുറിച്ച് രാജൻ സംസാരിക്കുകയായിരുന്നു. പുതിയ അപ്ഡേറ്റ്സ് ഒന്നും അവർക്ക്, ആ പ്രദേശവാസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? രാജഗിരി ആശുപത്രിയിൽ ഇപ്പോൾ സന്ധ്യയുടെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. സന്ധ്യ അബോധാവസ്ഥയിൽ അല്ല എന്നാണ് ആശുപത്രി ഡോക്ടർമാർ അറിയിക്കുന്നത്. കാലിന്റെ പരിക്ക് ഗുരുതരമാണ്, അത് ചെറിയൊരു വെല്ലുവിളിയാണ്. കാലിന്റെ പരിക്ക് അല്പം ഗുരുതരമുള്ള പൾസ് കിട്ടുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും കാലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്തക്കുഴലിന് പൊട്ട് സംഭവിച്ചിട്ടുണ്ടാകാം നിഗമനത്തിലാണ് ഇപ്പോൾ ആശുപത്രി ഡോക്ടർമാരടക്കം എത്തിക്കുന്നത്. തലച്ചോറിന് ക്ഷതമുണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇപ്പോ ആന്തരിക പരിക്കുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിരിക്കുകയാണ്. രാവിലെ 5:15 സന്ധ്യയെ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഈ ഭർത്താവ് മരിച്ച വിവരം സന്ധ്യ അറിയിച്ചിട്ടില്ല. എന്തായാലും സന്ധ്യക്ക് ബോധമുണ്ട്. ഗുരുതര കാലിലേക്കുള്ള രക്തക്കുഴലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാകാം ഈ പൾസ് ലഭിക്കാത്തതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിലല്ല സന്ധ്യ എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ഇനി ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ, ആന്തരികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരികയാണ്. രാവിലെ 5:30 തന്നെയാണ് സന്ധ്യനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാർ സന്ധ്യയുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആര്യ. യെസ്, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ധ്യയുടെ കാലുകൾക്ക് ഗുരുതരമായ പരുക്ക് ഏറ്റിട്ടുണ്ട്. കാലിലെ രക്തക്കുഴലിന് ക്ഷതം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും സന്ധ്യയെ ഇപ്പോൾ ഒരു ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ കെ രാജൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാജൻ, ഈ കുടുംബത്തെ താങ്കൾക്ക് വ്യക്തിപരമായി അറിയാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമുക്കറിയാം, വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് ആ ഒരു സങ്കടക്കടലിൽ നിന്ന് അവർ കരകയറി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വലിയ ദുരന്തം, ഒരു തീരാ നോവ് ആ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത്. അതെ അതെ അതെ. എങ്ങനെയായിരുന്നു ഈ മകന്റെ അസുഖം, ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുടുംബം ഒരുപാട് ദുഃഖം അനുഭവിച്ചിരുന്നു അല്ലേ? ഒരുപാട് ദുഃഖം അനുഭവിച്ചു. കാരണം സാമ്പത്തികമായി വലിയ ഒരു പിന്നോക്കാവസ്ഥയുള്ള കുടുംബമായതുകൊണ്ട് തന്നെ അവര് അതിന്റെ ചികിത്സയിലേക്ക് എത്താൻ വേണ്ടി കൂടുതലധികം പണം കണ്ടെത്തി. പക്ഷെ ഒരു വർഷം മുമ്പ് തന്നെ ബിജുവിന്റെ മകൻ മരണപ്പെട്ടിട്ടുള്ളത്. എത്ര വയസ്സുള്ള മകനായിരുന്നു? 25-26 വയസ്സ് കാണുമായിരിക്കും. കുറച്ചധികം കാലമായി അസുഖബാധിതനായി ചികിത്സയും ഒക്കെയായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നോ? ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും കരകയറുന്ന സമയത്താണ് ഈ അച്ഛനും ബിജുവും മരണപ്പെട്ടിട്ടുള്ള ആ കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് ആഴ്ത്തിരിക്കുന്നത്. അതെ. ആ ഘട്ടത്തിലുണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളോടൊക്കെ പങ്കുവെച്ചിരുന്നോ ബിജു? അങ്ങനെ ഒരു പങ്കുവെക്കലുണ്ടെങ്കിൽ പോലും അടുത്ത നാട്ടുകാരുടെ ഒക്കെ ജനപ്രതിനിധികളുടെ സഹായം കൊണ്ട് ആ കുടുംബത്തിന്റെ ആ മരണപ്പെട്ട ബിജുവിന്റെ മകന്റെ ചികിത്സ രീതിയിലേക്ക് മാറുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്യാമ്പിൽ ഉള്ള പ്രദേശവാസികളുടെയൊക്കെ അടുത്ത ഒരു നടപടി അല്ലെങ്കിൽ അവരുടെ ഒരു നീക്കം എന്താണ്? ഈ ഒരു അപകട സാധ്യത നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടും
മറ്റ് ശാസ്ത്രീയപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊന്നും കടക്കാത്തൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ അവർ ആ ഒരു പരാതി ഉന്നയിച്ചിരുന്ന ഘട്ടത്തിൽ തന്നെ ഒരു വലിയ ദുരന്തം കൂടി വന്ന സാഹചര്യത്തിൽ അവർ ഇനി പ്രതിഷേധിക്കാനാണോ തീരുമാനം? എന്താണ് അവരുടെ ഒരു നീക്കം? നിലവിൽ അവിടെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ലഭ്യമായിട്ടില്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് അവർക്ക് ഒരു പുനരധിവാസം ചെയ്യാനുള്ള ഒരു ഇടപെടലിലേക്ക് വേണ്ടി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഇന്ന് നമുക്ക് കാണുന്നുണ്ട്. ശ്രീ കെ രാജൻ, സ്വാഭാവികമായും ഇപ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രമായിരിക്കില്ലല്ലോ അങ്ങനെയെങ്കിൽ ആ ഭീഷണി ഉണ്ടാവുക. അപ്പോൾ സമാനമായ അപകട ഭീഷണി നേരിടുന്ന മറ്റു പ്രദേശങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടാവില്ലേ? ഉണ്ട് 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 അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഇതൊരു തുടക്കം എന്ന നിലയ്ക്ക് മാത്രമാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി ഉള്ളത് കൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടെ 6 മൈൽ മുതൽ നേര്യമംഗലം പാലം മുതൽ ഇതുപോലെ തന്നെ മണ്ണില്ലെങ്കിൽ പോലും വലിയ വലിയ മരങ്ങളാണ് റോഡ് സൈഡിൽ നിൽക്കുന്നത്. വലിയ മരങ്ങൾ. ആ സംഭവം മാറ്റാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായിട്ട് പോലും റവന്യൂ ഭാഗത്തുനിന്ന് പോലും എതിർപ്പും ഗവൺമെന്റ് ഭാഗത്ത് എതിർപ്പുള്ളത് കൊണ്ട് ഏത് നിമിഷവും നമുക്ക് ഒരു വലിയൊരു അപകടം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന. ഈ ശാസ്ത്രീയമായി ഈ വിഷയത്തെ എങ്ങനെ നേരിടാം, പരിഹരിക്കാം എന്നതിനെ കുറിച്ച് നിങ്ങളൊക്കെ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുകയോ മറ്റോ ചെയ്തിരുന്നോ? NHന്റെ സംരക്ഷണ സമിതി നമ്മളെല്ലാവരും കൂടി ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അടിമാലി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു NHന്റെ സംരക്ഷണ സമിതി എടുത്തിരുന്നു. ആ വലിയൊരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏത് രൂപത്തിൽ നിർമ്മാണ പ്രവൃത്തി ഉണ്ടാവണം, അതിന് വീതി കൂട്ടണം, അവിടെ റോഡിന്റെ സൈഡിലുള്ള വൻ മരങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റിക്കൊണ്ട് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് കാലേക്കുട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അപേക്ഷകളും പരാതികളൊക്കെ നൽകിയിട്ടുള്ളത്. വലിയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിലാണ് നമ്മൾ അടിമാലി നാഷണൽ ഹൈവേ ഉപരോധ സമരം വരെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഈ മഴ മാറി നിന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിന് അത് ഗുണകരമായി എന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു. പക്ഷെ അപ്പോഴും 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ദുഷ്കരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ വൈദ്യുതി ഇല്ലാതിരുന്നത് വലിയൊരു പ്രതിസന്ധിയായി. അതിനപ്പുറം ഈ രക്ഷാപ്രവർത്തകർ നേരിട്ട വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ശ്രീ കെ രാജൻ? അവിടെ വൈദ്യുതി ഇല്ലാത്ത, വെളിച്ചമില്ലാത്തതിന്റെ വലിയൊരു ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ അടിമാലി ഫയർഫോഴ്സിന്റെ ഒരു ഇടപെടൽ കൂടി പെട്ടെന്ന് വെട്ടം എത്തിച്ചു. ആ വെട്ടത്തിലാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോയത്. താങ്കൾ ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ശരി, വളരെ നന്ദി ശ്രീ കെ രാജൻ ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയും സമയം ആ ദുരന്തത്തെക്കുറിച്ചും അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായി നമുക്ക് വിവരങ്ങൾ കൈമാറിയതിനും. പ്രിൻസ് ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ രക്ഷാപ്രവർത്തനം അടക്കം നടന്നതിനെ കുറിച്ചൊക്കെ അവിടെയുള്ള ആളുകൾ എന്താണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും വളരെ മണിക്കൂറുകൾ നീണ്ടുവരുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് അടിമാലി ഉണ്ടായത്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം വലിയ ദുരന്തത്തിന് നാട് സാക്ഷ്യം വഹിക്കുന്നു. ഇതിനു മുൻപ് തന്നെ ആളുകളെല്ലാം, ഈ താമസക്കാരെ എല്ലാം ഇവിടുന്ന് മാറ്റിയിരുന്നു. ലക്ഷം വീട് നദിയിലെ ആളുകളെല്ലാം ഇവിടുന്ന് മാറ്റിയിരുന്നു. 22ഓളം കുടുംബങ്ങളെയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റി പാർപ്പിച്ചത്. പ്രത്യേകിച്ചും അവിടെ അതിനു മുൻപുള്ള ദിവസങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടാകും, ഭൂമി വിണ്ടുകറിയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും തുടർന്ന് വനത്തിൽ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ട് ഈ ആളുകൾക്ക് നോട്ടീസ് നൽകി മാറ്റി പാർപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ 2 പേരാണ്, ഒരു വീട്ടിലെ 2 പേരാണ് ബിജു ഭാര്യ സന്ധ്യയുമാണ് ഈ വീട്ടിലേക്ക് തിരികെ എത്തിയത്. അവര് മറ്റു ചില ആവശ്യങ്ങൾക്കായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലൊരു ദുരിതം സംഭവിക്കുകയും ഇവർ അകപ്പെടുകയും ചെയ്തത്. വീടിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ, കോൺക്രീറ്റ് എല്ലാം അടർന്ന് ഇവർ ദേഹത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഇവർ ഇതിനകത്ത് കുടുങ്ങി കിടക്കേണ്ട അവസ്ഥയുണ്ടായി. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം, ഒപ്പം ഇവരുടെ ദേഹത്തേക്ക് കോൺക്രീറ്റ് പാളികളൊക്കെ അടക്കം വീണ്ടും ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതിനാൽ രക്ഷാപ്രവർത്തനം മണിക്കൂറുകളോളം വൈകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ കോൺക്രീറ്റ് പാളികൾ മണിക്കൂറുകൾ കൊണ്ട് മുറിച്ചു നീക്കിയൊക്കെയാണ് ഇവരെ പുറത്തേക്ക് എടുത്തത്. ആ സമയത്ത് തന്നെ സദ്യ ബോധാവസ്ഥയിലായിരുന്നു. ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മണിക്കൂറുകളോളം ഉള്ള ഒരു കഷ്ടപ്പാട് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും NDRF സേനയുടെയും ഒക്കെ മണിക്കൂറുകളോളം കഷ്ടപ്പാടിന് ശേഷമാണ് ഇവരെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. കൂടുതൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിലൊക്കെയുള്ള പരിശ്രമത്തിന് ശേഷമാണ് നിർത്താൻ സാധിച്ചത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് അടിമാലി മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ അപകട സ്ഥലത്തെ ഇന്ന് രാവിലെ പകർത്തിയ ആകാശ ദൃശ്യമാണ്. നോക്കൂ, എത്രത്തോളം വലിയൊരു അപകടമാണ്, മണ്ണിടിച്ചിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരുപാട് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് താഴ്ന്ന് വന്നിട്ടുള്ളത്. അതിൽ 8ഓളം വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
അതിൽ പെട്ടുപോവുകയായിരുന്നു, ഈ അപകടത്തിൽ പെട്ടുപോവുകയായിരുന്നു സന്ധ്യയും അന്തരിച്ച ബിജുവും. ഈ റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഈ വീടിരുന്നതിന് സമീപത്ത് വലിയൊരു കുന്ന് ഇടിച്ചു നിരത്തിയിരുന്നു. അതാണ് ഈ ഒരു വലിയ അപകടത്തിലേക്ക് വഴിവെച്ചത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. അവിടെ നിന്ന് മണ്ണിടിക്കുന്നത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്നുള്ളത് നേരത്തെ ഈ പ്രവൃത്തി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ച വിഷയമാണ്, പരാതിപ്പെട്ടതാണ്, പ്രതിഷേധിച്ചതാണ്. പക്ഷേ അപ്പോഴൊന്നും അവരുടെ വികാരങ്ങളോ അവരുടെ പരാതിയോ ഒന്നും മുഖവിലക്കെടുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതാണ് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് എന്തായാലും ഒരു വലിയ വിള്ളൽ ആദ്യം രൂപപ്പെട്ടത് ഈ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വലിയ അനുഗ്രഹമായി എന്ന് തന്നെ പറയാം. കാരണം അതവർ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതുകൊണ്ടാണ് ഈ 22 കുടുംബങ്ങളെയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനായതും ഉണ്ടാകാമായിരുന്ന ആ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചതും എന്നുള്ളതാണ്. പക്ഷേ ക്യാമ്പിൽ നിന്ന് അപ്രതീക്ഷിതമായി സന്ധ്യയും ബിജുവും ആ വീട്ടിലേക്ക് രേഖകളും മറ്റും എടുക്കുവാൻ വേണ്ടി ആ സമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് അവർ ആ ദുരന്തത്തിൻ്റെ ഭാഗമായത്, ഇരയായത് എന്നുള്ളതാണ്. വലിയ ദുരന്തമാണ് സംഭവിച്ചത്. ഒരു കുന്നിൻ്റെ ഒരു ഭാഗം ഒന്നാകെ ഇടിഞ്ഞ് ആ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് വീഴുകയായിരുന്നു. അതിൻ്റെ ഭീതിതമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇന്ന് രാവിലെ പകർത്തിയ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മടങ്ങിയ ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ചിലെ നവ്യ ഇപിക്ക് കണ്ണൂർ നവനീതം വീട്ടിൽ പത്മനാഭൻ ഇ പി ഇന്ദുലേഖ ദമ്പതികളുടെ മകളാണ്. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും ഒക്കെ വരും ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് കാണാം. അടിമാലിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ രാവിലെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.